നമസ്കാരം, മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ബീഫ് സ്റ്റൂ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സ്വാദോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, പ്രഷർ കുക്കർ. അതിനകത്തേക്ക് ഒരു 2 മീഡിയം ടൈപ്പിലുള്ള പൊട്ടാറ്റോ സ്ക്വയർ പീസസിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിന് അരിഞ്ഞതാണ് ഉണ്ടാവും. അപ്പോൾ അതാദ്യം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സവോള ഞാനൊരു 3 സവോള നീളത്തിൽ അരിഞ്ഞതാണ്. അത് മീഡിയം സൈസ് സവോളയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് എരിവുള്ളത് തന്നെ ചേർക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ 3-ാം പാലാണ്. അല്ലെങ്കിൽ 2-ാം പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ 3-ാം പാൽ തന്നെ എടുക്കണത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിലാവുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിനകത്തേക്ക് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ സവോളനെ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വെജിറ്റബിൾസ് ഇടുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റും കൂടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്ന വരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പെരുംജീരകം പൊടിച്ചതാണ്. പെരുംജീരകം പൊടിയില്ലാത്തത് കൊണ്ട് ഞാൻ പെരുംജീരകത്തിൻ്റെ അരച്ചിട്ടാണ് പേസ്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒന്നും ആഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഗരം മസാല മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചില്ലേ, ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ്, പച്ചമുളക്, അപ്പോൾ ആ ഒരു കൂട്ട് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ കഷ്ണത്തിലൊക്കെ നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേവുമ്പോഴാണ് ശരിക്കും ആ കഷ്ണത്തിനൊക്കെ അത്രയും ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ 2-ാം പാലും 1-ാം പാലും നമുക്ക് ആ സമയത്ത് ഒഴിക്കാൻ പറ്റില്ല. കാരണം അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന കാരണം നമുക്ക് 3-ാം പാലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വേവിച്ചിരിക്കുന്ന ബീഫാണ്. ഞാൻ ഒരു 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു 3 വിസിൽ വരുന്ന വരെ നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതും കൂടി ഈ മിക്സിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഗ്രേവി വെള്ളം നന്നായിട്ട് പറ്റുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ്. 2ാം പാല് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാം പാലും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീയുടെ അടുത്തുനിന്ന് നമ്മൾ പോകരുത്. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് തീയെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. കൂടുതൽ ഫ്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഈ തേങ്ങാപ്പാലൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. ആ ഒരു പാകമാവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1ാം പാല് 1 കപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഈ സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ്. നമ്മൾ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്താലും ഈ ഒരു ടേസ്റ്റ് നമ്മൾ കിട്ടില്ല. എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ മിക്സിക്കകത്തൊന്ന് അരച്ച് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ശരിക്കുമുള്ള റിയൽ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഏകദേശം ഒന്നായി. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേവണ്ട, പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്, ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാകം. ഒരുപാട് 1ാം പാലിട്ട് കഴിഞ്ഞാൽ തിളച്ച് പോകരുത്, പിരിഞ്ഞു പോകും. കണ്ടോ, ഈ ഒരു പാകമാണ്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പച്ചമണം, ആ കറിവേപ്പിലയുടെ ഒരു പച്ചമണം ആ കറിക്കകത്ത് വരുമ്പോഴാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ബീഫ് സ്റ്റൂ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ മല്ലൂസ് കഫേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.